അയ്യോ ബി ജെ പി കയറി എന്ന് പറഞ്ഞിട്ട് കുറെ ആളുകൾ ഇങ്ങനെ അതിനിങ്ങനെ പറയുമ്പോൾ ഈ മറ്റു പറയുന്ന പാർട്ടികൾക്ക് എന്ത് നല്ല ചരിത്രമാണുള്ളത്. പക്ഷേ ബി ജെ പി കിട്ടുകയാണെങ്കിൽ അവരൊന്ന് ശ്രമിച്ചു നോക്കട്ടെ, അവസരം കൊടുക്കാം. അങ്ങനെയല്ല, അവർ എന്തെങ്കിലും ഒന്ന് ചെയ്ത് നോക്കട്ടെ. ഇപ്പൊ മോദി സർക്കാർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെയും അങ്ങനെ എന്തെങ്കിലും അവർക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നല്ലതിന് വേണ്ടിയിട്ടല്ലേ. ഈ യുവതി പറഞ്ഞ കാര്യങ്ങളോട് ഞാൻ 100% യോജിക്കുകയാണ്. കാരണം നമ്മുടെ കേരളത്തിലും പുറത്തുമുള്ള ഒരു വിഭാഗം മലയാളികൾ കേരളം BJP ഭരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതിനു വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലാണ്. അതിന് അവർ പറയുന്ന കാരണം കേരള സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടതിന് ശേഷം ഇടതും വലതും മാറി മാറി ഭരിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് എടുത്തു പറയത്തക്ക നേട്ടങ്ങളൊന്നും നമ്മുടെ സംസ്ഥാനത്തിനില്ല. എന്നാൽ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ, അതും മോദിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ കൂടി ഭരണത്തിലിരിക്കുന്ന രാജ്യത്ത് വലിയ രീതിയിലുള്ള കണ്ണഞ്ചിപ്പിക്കുന്ന വികസനങ്ങളും ഏറെ ജനോപകാരപ്രദമായ കാര്യങ്ങളുമൊക്കെയാണ് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ യുവതിയെ പോലെ കേരളവും BJP ഭരിക്കണമെന്ന് ഒരു വിഭാഗം ആളുകൾ ആഗ്രഹിക്കുന്നതിൽ എന്താണ് തെറ്റ്? ഒരു ഉദാഹരണം പറയാം. ഈ വാർത്ത ഒന്ന് ശ്രദ്ധിക്കൂ. ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം മധ്യപ്രദേശിൽ നിന്നും പുറത്തു വന്ന വാർത്തയാണ്. മധ്യപ്രദേശ് കഴിഞ്ഞ 25 വർഷമായി BJP ഭരിക്കുന്ന ഒരു സംസ്ഥാനമാണ്. അവിടെ ഇക്കഴിഞ്ഞ റിപ്പബ്ലിക് ദിനത്തിൽ സ്കൂളിലെ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു രീതിയാണ് നമ്മൾ ഈ കാണുന്നത്. അടുത്ത കാലത്ത് മലയാളത്തിൽ ഇറങ്ങിയ ഒരു പാട്ടിലെ നടുപേജ് കീറി എന്ന് പറയുന്നൊരു പാട്ട്, അതുപോലെ കുട്ടികളുടെ പാഠപുസ്തകങ്ങളിലെ പേജുകൾ ഓരോന്നായി കീറി നിലത്ത് വിരിച്ച് അതിലാണ് അവർക്ക് ഭക്ഷണം കൊടുത്തത്. ഇങ്ങനെ ഒരു കാഴ്ച കേരളത്തിൽ നമുക്ക് കാണാൻ സാധിക്കുമോ? ഈ രീതിയിൽ തുറസായ സ്ഥലത്ത് വൃത്തിഹീനമായ സാഹചര്യത്തിൽ കുട്ടികളെ ഇരുത്തി ഭക്ഷണം കൊടുക്കുന്ന ഒരു കാഴ്ച അത് കേരളം ഇടത് ഭരിച്ചാലും വലത് ഭരിച്ചാലും നമുക്ക് കാണാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല. എന്നാൽ ഇത്തരം കാഴ്ചകൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. നമ്മുടെ കുട്ടികളെ ഇതേപോലെ തുറസായ സ്ഥലത്തിരുത്തി വൃത്തിഹീനമായ സാഹചര്യത്തിലിരുത്തി ഭക്ഷണമൊക്കെ കൊടുക്കുന്ന, കാറ്റുകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന, കാഴ്ചകൾ കണ്ട് ഭക്ഷണം കഴിക്കുന്ന ഒരു അവസരം നമ്മുടെ കുട്ടികൾക്കും ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇനി നിങ്ങൾ ഗുജറാത്തിലെ കാര്യം നോക്കൂ. കഴിഞ്ഞ 30 വർഷമായി BJP ഭരിക്കുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത്. ഗുജറാത്തിലെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന്റെ കണക്ക് എത്രയാണ്? 16%. BJP ഭരിച്ചിട്ടില്ലാത്ത നമ്മുടെ കേരളത്തിന്റെ കണക്ക് എത്രയാണ്? 7%. എന്നിട്ടും നമ്മുടെ കേരളം അതേ BJP ഭരിക്കണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം തിന്നിട്ട് എല്ലിന്റെ ഇടയിൽ കയറിയ കുത്തിക്കിടപ്പിന്റെ അസുഖമുള്ളവരാണെന്ന് മാത്രമേ അവരെ കുറിച്ച് പറയാനുള്ളൂ. 15 വർഷമായി BJP ഭരിക്കുന്ന ഛത്തീസ്ഗഡ്, 25 വർഷമായി BJP ഭരിക്കുന്ന മധ്യപ്രദേശ്, 30 വർഷമായി BJP ഭരിക്കുന്ന ഗുജറാത്ത്, ഈ പറയപ്പെട്ട 3 സംസ്ഥാനങ്ങളും കേരളവും തമ്മിൽ നിങ്ങളൊന്ന് താരതമ്യം ചെയ്ത് നോക്കൂ. ആരോഗ്യ നിലവാരം, സാക്ഷരത, ക്രമസമാധാനം, ശിശുക്ഷേമം, വയോജന സംരക്ഷണം, ആയുർദൈർഘ്യം, ഉയർന്ന വേതനം, ഇങ്ങനെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തേണ്ട ഏത് മേഖലകളും നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കൂ. കേരളം ഏറെ ദൂരം മുമ്പിലാണ്. എല്ലാ കാലത്തും നമ്മൾ എന്തിനാണ് സാക്ഷരതയിൽ ഏറ്റവും മുകളിൽ കയറിയിരിക്കുന്നത്? ഇടയ്ക്കൊക്കെ താഴോട്ട് ഇറങ്ങി വരാം. ഒരു വെറൈറ്റി ആയിക്കൂടെ? ദാരിദ്ര്യം കൂടിയെന്ന് വെച്ചിട്ട് ജീവിത നിലവാരം താഴോട്ട് പോയെന്ന് വെച്ചിട്ട് ഇവിടെ ആകാശം ഇടിഞ്ഞു വീഴാനൊന്നും പോകുന്നില്ലല്ലോ. അതുകൊണ്ട് BJPക്ക് ഒരു അവസരം കൊടുക്കാം. കുറച്ചു കാലം മുമ്പ് ഒരു ചെറുപ്പക്കാരൻ, സ്ഥിരമായി 2 വീലറിൽ സഞ്ചരിക്കുന്ന ചെറുപ്പക്കാരൻ, അത്യാവശ്യം റോഡ് ഗതാഗത നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് വളരെ മാന്യമായി വാഹനം ഓടിക്കുന്ന ഒരാളാണ്. ആ ചെറുപ്പക്കാരൻ ഒരു ദിവസം ചിന്തിക്കാണ്, ഈ ഗതാഗത നിയമങ്ങളൊക്കെ ലംഘിച്ചുകൊണ്ട് ഒരു വെറൈറ്റിക്ക് വേണ്ടി തോന്നുന്ന പോലെ ഒന്ന് വണ്ടി ഓടിച്ചു നോക്കാം, എന്ത് സംഭവിക്കുമെന്ന് അറിയാമല്ലോ. അങ്ങനെ അദ്ദേഹം റോഡിന്റെ നടുവിൽ സർക്കസ് കാണിക്കാൻ തുടങ്ങി. വാഹനം കൊണ്ട് പലതരത്തിലുള്ള സാഹസിക പ്രകടനങ്ങൾ കാണിച്ചു. എന്നിട്ട് അവസാനം എന്ത് സംഭവിച്ചു? ഒന്നും സംഭവിച്ചില്ല. അടുത്ത മാസം അദ്ദേഹത്തിന്റെ 1ാം ചരമവാർഷികമാണ്. ഇതുപോലെ വലിയ പരിക്കുകളൊന്നുമില്ലാതെ ഇന്ത്യയിൽ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് അത്യാവശ്യം മാന്യമായി ഉയർന്ന നിലവാരത്തിൽ തന്നെ കേരളത്തിൽ മലയാളികൾ ജീവിക്കുകയാണ്. അങ്ങനെ ജീവിച്ചു പോകവേ തിന്നിട്ട് എല്ലിന്റെ ഇടയിൽ കയറി കുത്തിക്കിടപ്പിന്റെ അസുഖമുള്ള ഒരു വിഭാഗം ആളുകൾ കേരളം BJP ഭരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരൊക്കെ കേരളത്തിന്റെ ചരമവാർഷികം ആഗ്രഹിക്കുന്നവരാണ്, ആഘോഷിക്കാൻ കാത്തിരിക്കുന്ന